ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഹെവി ടേൺ ഔട്ട് അതാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 8% പോളിംഗ് ആണ് ബീഹാറിലെ 121 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 64.69% ആദ്യഘട്ട വോട്ടെടുപ്പിൽ ബീഹാറിലെ പോളിംഗ്. അപ്പോൾ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, അതെങ്ങനെയാണ് വരിക ഇലക്ഷൻ റിസൾട്ടിൽ, അതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കൃത്യമായ പാറ്റേൺ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ചില ആളുകൾ പറയുന്നു ഇതൊരു പ്രോ ഇൻകംബൻസി വോട്ടാണെന്ന്, അതായത് നിതീഷ് കുമാറിന് അനുകൂലമായുള്ള ഒരു വോട്ട്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വലിയ തോതിൽ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ഈ ഒരു നീണ്ട നിര സൂചിപ്പിക്കുന്നത് നിതീഷിൻ്റെ ആ ഒരു അംഗീകാരം, അതായത് വനിതാ വിഭാഗക്കാർക്കിടയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല ഇതൊരു നിതീഷ് ഒരു അപ്പീൽ നൽകിയിരുന്നു. ഇത് തൻ്റെ ലാസ്റ്റ് തെരഞ്ഞെടുപ്പാണെന്ന് അദ്ദേഹം പറയാതെ പല റാലികളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നിതീഷിനോടുള്ളൊരു വികാര വായ്പ്, അദ്ദേഹത്തിന് ഒരു നല്ല ഫെയർ എക്സിറ്റ് കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹെവി വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിട്ടുണ്ട്. അത് പുരുഷന്മാർക്കിടയിലും ഉണ്ട്. പക്ഷേ സ്ത്രീകൾ വളരെ നീണ്ട നിരയിൽ വരുന്നത് NDAക്ക് അനുകൂലമാണെന്നുള്ളൊരു വിലയിരുത്തലാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് ഇതൊരു ആൻറ്റി ഇൻകംബൻസി വോട്ടാണ്, അതായത് നിലവിലെ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരമാണ്, ഒരു പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഒരു വോട്ടർ ടേൺ ഔട്ട്, റെക്കോർഡ് വോട്ടർ ടേൺ ഔട്ട് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ തേജസ്വി യാദവ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഭരണമാറ്റത്തിനുള്ള ഒരു വോട്ടർ ടേൺ ഔട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതിനെ നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് പരിഗണിക്കുമ്പോൾ തന്നെ ഒരു കറക്റ്റ് അനാലിസിസിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ഹെവി വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാകുമ്പോൾ പ്രോ ഇൻകംബൻസി വോട്ടുകളും ആൻറ്റി ഇൻകംബൻസി വോട്ടുകളും ഉണ്ടാകാറുണ്ട്. ഇപ്പം ബീഹാറിൻ്റെ ഒരു സ്പെസിഫിക് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ 2010 നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ഏതാണ്ട് 7% പോളിംഗിൽ വർധനവുണ്ടായിരുന്നു. അന്ന് നിതീഷ് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുകയാണ് ഉണ്ടായത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2% പോളിംഗ് വർധനവുണ്ടായിരുന്നു. അന്ന് നിലവിലെ സർക്കാർ, അതായത് BJP സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൂടാതെ ഗുജറാത്തിൽ 2012 15% പോളിംഗ് വർധനവാണ് ഉണ്ടായിരുന്നത്. റെക്കോർഡ് ടേൺ ഔട്ടായിരുന്നു. അന്ന് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി എന്നുള്ളതാണ്. പിന്നെ ഒഡീഷയിലെ ഒരു കേസ് കൂടിയുണ്ട്. 2014 ഏതാണ്ട് 8% ഒരു പോളിംഗിൽ വർധനവുണ്ടായിരുന്നു ഒഡീഷയിൽ. പക്ഷേ അന്ന് BJD സർക്കാർ, നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള BJD സർക്കാർ വീണ്ടും വളരെ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി എന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ആൻറ്റി ഇൻകംബൻസി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെവി വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2012 UPയിൽ നടന്നത്. അന്ന് മായാവതിക്കെതിരെ BSP സർക്കാരിനെതിരെ ജനവികാരം വളരെ ശക്തമായിരുന്നു. 13% പോളിംഗ് വർധനവാണ് അന്നുണ്ടായത്. അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കേസസും ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ 2011 7% പോളിംഗിൽ വർധനവുണ്ടായിരുന്നു. DMK മാറ്റി ജനങ്ങൾ ADMK അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ്ഡ് ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ബീഹാറിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഇപ്പോൾ ബീഹാറിൻ്റെ ചരിത്രത്തിൽ പൊതുവെ ഇത്ര ഹെവി വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ RJD മുമ്പ് അധികാരത്തിൽ വന്നപ്പോൾ എല്ലാം 60% പോളിംഗ് ബീഹാറിൽ രേഖപ്പെടുത്തിയിരുന്നു. ലാലു പ്രസാദ് യാദവ് ആദ്യം വന്നപ്പോഴും അതിനുശേഷം അദ്ദേഹം തിരിച്ച് വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴും റാബ്രി ദേവി അധികാരമേറ്റപ്പോഴൊക്കെ ഇതേ രീതിയിൽ 60% പോളിംഗ് ബീഹാറിൽ രേഖപ്പെടുത്തിയിരുന്നു. അത് RJDക്ക് ഒരു അനുകൂല ഘടകമായിട്ട് ചില സെഫോളജിസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല എപ്പോഴും ബീഹാറിൻ്റെ ചരിത്രത്തിൽ പൊതുവെ ഒരു 5% ഒരു പോളിംഗിൽ ഒരു വർധനവ് ഉണ്ടാകുകയാണെങ്കിൽ ഭൂരിഭാഗം കേസുകളിലും ഒരു ആൻറ്റി ഇൻകംബൻസി എന്നുള്ള രീതിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാറുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കണക്കിലെ കളികൾ. പക്ഷേ നമുക്കൊരു കൃത്യമായുള്ള വിലയിരുത്തലിലേക്ക് പോകാൻ സാധിക്കില്ല. 2 സാധ്യതകളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ജൻസുരാജ് പാർട്ടിയുടെ ഒരു ഇൻ്റർവെൻഷൻ, കാരണം അവർ കൃത്യമായിട്ട് തന്നെ ഈ വോട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ് വളരെ സജീവമായി തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഘടകമാണ്. ജൻസുരാജ് ചിലപ്പോൾ നല്ലൊരു പെർഫോമൻസ് പുറത്തെടുത്തേക്കുമെന്നുള്ളൊരു അനാലിസിസും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ SIRന് ശേഷം നടക്കുന്ന ആദ്യത്തെ
ഗട്ടത്തെ വോട്ടെടുപ്പ് എന്നുള്ള രീതിയിൽ ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വിജയമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ജനങ്ങൾക്കിടയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിനൊക്കെ സാധിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾ അതെല്ലാം തിരസ്കരിക്കുന്ന രീതിയിൽ വലിയ തോതിൽ പോളിംഗ് ബൂത്തിലേക്ക് പോയി തങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ആ റോൾ നിർവഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ SIR ശരിക്കും വോട്ടിൻ്റെ ഒരു വില ഉയർത്തി എന്നുള്ളത്, അതായത് വോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളൊരു ബോധം ജനങ്ങൾക്കിടയിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിലെ ഇത്രയും വലിയ ഒരു വോട്ടർ ടേൺ ഔട്ട് എന്നുള്ള ഒരു വിശേഷണവും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട സംഭവം തന്നെയാണ്. ഇപ്പോൾ നവംബർ 11-ാം തീയതി രണ്ടാം ഘട്ട വോട്ടെടുപ്പുണ്ട്. നവംബർ 14-ാം തീയതി റിസൾട്ട് അറിയാൻ സാധിക്കും. അതിനു മുമ്പ് തന്നെ നവംബർ 11-ാം തീയതി വൈകിട്ട് എക്സിറ്റ് പോളുകൾ വരും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വനിതകളും യുവാക്കളും അവർ തന്നെയായിരിക്കും നിർണായകമായിട്ടുള്ളൊരു സ്വാധീന ശക്തിയായി മാറാൻ പോകുന്നത്. യുവാക്കൾക്കിടയിൽ ജനസുരാജിനോടുള്ളൊരു അനുഭവം, അതുകൂടാതെ തന്നെ തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ബീഹാറിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റത്തിന് അവർ ശ്രമിക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ചിന്ത അവർക്കിടയിൽ ഉണ്ടെന്നുള്ള ഒരു അനാലിസിസ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ വനിതാ വോട്ടർമാർ ഇത്രയും വലിയ ഒരു ലോട്ടായിട്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തിയതാണ് NDAക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ. കാരണം നിതീഷ് കുമാർ അത്രയ്ക്കും നല്ല രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ വനിതകൾക്ക് വേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 20 വർഷത്തെ ഭരണകാലയളവിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഒരു സ്ത്രീ സൗഹൃദ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രമസമാധാന നിലയിലെ മാറ്റം, അതുകൂടാതെ തന്നെ ഒരുപാട് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള റോസ്കാർ യോജന ഉൾപ്പെടെ ഇതെല്ലാം നേരിട്ട് അനുഭവിക്കാൻ, ഇതിൻ്റെ ഗുണം ഡയറക്റ്റ് ബെനിഫിറ്റ് ആയിട്ടൊക്കെ അവരുടെ അക്കൗണ്ടുകളിലൊക്കെ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രകടന പത്രികയിലും ഇതെല്ലാം ആവർത്തിക്കുന്നതും പുതിയ കുറേ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാഗ്ദാനവും BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. RJDയും ഇതേ രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അല്പം കൂടി ജനങ്ങൾക്ക് കണക്ട് ചെയ്യപ്പെടുക, കാരണം നിലവിലെ ഒരു സർക്കാർ ഒരു വാഗ്ദാനം നൽകുമ്പോൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിലയിരുത്തലുകൾക്ക് ഇവിടെ സ്കോപ്പില്ല. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ഒരു കുറച്ചുകൂടി ബെറ്റർ ആയുള്ള ഒരു പിക്ചർ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.